ഹായ് ഓൾ, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു പാൽ കപ്പൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചിക്കൻ കറിയുടെയും ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഞാൻ കപ്പ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3 വിസിൽ വരെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ കപ്പയുടെ വേവിനനുസരിച്ച് നോക്കുക. ഇങ്ങനെ 3 വിസിൽ കഴിഞ്ഞ് ആവിയെല്ലാം പോയി കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റിയെടുക്കാം. വേറൊരു പാൻ വെച്ച് അതിലോട്ട് ചെറിയുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതിലോട്ട് ഞാൻ കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ അതുപോലെ ഉപ്പ് കുറവാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറവായതുകൊണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ വലിയ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിയുള്ള പാല്. 1ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ തിളപ്പിക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ജസ്റ്റ് ഒന്നൊരു തിള വരുമ്പോഴേക്കിന് ഓഫ് ചെയ്താൽ മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചിക്കൻ കറി വെക്കാൻ ആദ്യം ഞാൻ കുക്കറിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ അനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് നോക്കി ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയുടെ ഒക്കെ പച്ചമണം പോണത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 വിസിലിലാണ് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിയില എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി 2 വിസിൽ അടിച്ച് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ടാണ് കുക്കർ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ഇത് മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ പാൽക്കപ്പയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ പാൽക്കപ്പ നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചിക്കൻ കറി ഒന്ന് ഒഴിക്കാം. ചിക്കൻ കറിയും ഇതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയുക. അപ്പോൾ നമ്മുടെ പാൽക്കപ്പയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. Take care and bye bye.